മലയാളി ക്രിക്കറ്റ് താരം സഞ്ജു സാംസനെ പിന്തുണച്ച് കേരള ക്രിക്കറ്റ് അസോസിയേഷനെതിരെ നടത്തിയ വിവാദ പരാമർശങ്ങളുടെ പേരിൽ മുൻ ഇന്ത്യൻ താരം എസ് ശ്രീശാന്തിന് ഏർപ്പെടുത്തിയിരുന്ന 3 വർഷത്തെ വിലക്ക് ഇന്നലെ പിൻവലിച്ചു. KCA ഭാരവാഹികൾക്കെതിരെ ഉന്നയിച്ച വിമർശനങ്ങളിൽ ശ്രീശാന്ത് നിരുപാധികം ഖേദം പ്രകടിപ്പിച്ച് മാപ്പപേക്ഷ നൽകിയതിനെ തുടർന്നാണ് നടപടി. കേരള ക്രിക്കറ്റ് ലീഗിന്റെ പുതിയ സീസൺ ആരംഭിക്കാനിരിക്കെയാണ് ശ്രീശാന്തിന് അനുകൂലമായ ഈ നിർണായക തീരുമാനം ഇപ്പോൾ വന്നിരിക്കുന്നത്. കഴിഞ്ഞ KCL സീസൺ മത്സരങ്ങൾക്ക് തൊട്ടു മുമ്പായിരുന്നു ദൃശ്യ സമൂഹ മാധ്യമങ്ങളിലൂടെ അസോസിയേഷന് അപകീർത്തി വരുത്തുന്ന രീതിയിൽ സംസാരിച്ചതിന് ശ്രീശാന്തിന് KCA വിലക്ക് ഏർപ്പെടുത്തിയത്. സഞ്ജു സാംസനെ പിന്തുണച്ചുകൊണ്ട് KCA നേതൃത്വത്തിനെതിരെ ശ്രീശാന്ത് കടുത്ത ഭാഷയിൽ രംഗത്ത് വന്നിരുന്നു. ഈ നടപടിക്കെതിരെ ശ്രീശാന്ത് തിരുവനന്തപുരം മുനിസിഫ് കോടതിയെ സമീപിച്ചെങ്കിലും കോടതി ആ ഹർജി തള്ളിയിരുന്നു. അതോടെയാണ് അസോസിയേഷന് മുന്നിൽ ഔദ്യോഗികമായി മാപ്പപേക്ഷ സമർപ്പിക്കാൻ ശ്രീശാന്ത് തയ്യാറായത്. ഇന്നലെ ചേർന്ന KCA സ്പെഷ്യൽ ജനറൽ ബോഡി യോഗത്തിൽ ശ്രീശാന്തിന്റെ മാപ്പപേക്ഷ വിശദമായി ചർച്ച ചെയ്തു. താരം തെറ്റ് സമ്മതിച്ച് നിരുപാധികം ക്ഷമ ചോദിച്ച പശ്ചാത്തലത്തിൽ വിലക്ക് നീക്കാൻ യോഗം ഐക്യകണ്ഠേന തീരുമാനിക്കുകയായിരുന്നു. എന്നാൽ വിലക്ക് പിൻവലിച്ചതോടൊപ്പം താരത്തിന് മുന്നറിയിപ്പും KCA നൽകിയിട്ടുണ്ട്. ഭാവിയിൽ അസോസിയേഷനെതിരെയോ ക്രിക്കറ്റിന്റെ അച്ചടക്കത്തിന് ദോഷം ചെയ്യുന്ന രീതിയിലോ ഉള്ള എന്തെങ്കിലും പ്രസ്താവനകൾ ആവർത്തിച്ചാൽ വിട്ടുവീഴ്ചയില്ലാത്ത കർശനമായ അച്ചടക്ക നടപടികൾ സ്വീകരിക്കുമെന്നാണ് ജനറൽ ബോഡി യോഗം വ്യക്തമാക്കിയത്. വിലക്ക് പൂർണ്ണമായും പിൻവലിച്ചോടെ വരാനിരിക്കുന്ന കേരള ക്രിക്കറ്റ് ലീഗ് സീസൺ 3-ൽ സജീവമാകാൻ ശ്രീശാന്തിന് കഴിയും. ലീഗിലെ പ്രമുഖ ടീമായ ഏരീസ് കൊല്ലം സെയിലേഴ്സ് ഫ്രാഞ്ചൈസിയുടെ സഹ ഉടമയാണ് ശ്രീശാന്ത്. ലീഗിലെ ആദ്യ ചാമ്പ്യന്മാരാണ് ഏരീസ് കൊല്ലം സെയിലേഴ്സ്. ഈ വിലക്ക് നിലനിന്നിരുന്നുവെങ്കിൽ KCLുമായി ബന്ധപ്പെട്ട ഒരു ഔദ്യോഗിക പദവികളും കൈയാളാൻ ശ്രീശാന്തിന് അവസരം കിട്ടുമായിരുന്നില്ല. അമിതാവേശവും എടുത്തുചാട്ടവും ഒക്കെയാണ് ഒരു കാലത്ത് ഇന്ത്യയിലെ മുൻനിര ബൗളറായിരുന്ന ശ്രീശാന്തിന്റെ കരിയർ പെട്ടെന്ന് അവസാനിക്കാൻ കാരണമായത്. മത്സരത്തിൽ നടത്തുന്ന സ്ലെഡ്ജിംഗ് ഒക്കെ പലപ്പോഴും കൈവിട്ടു പോയിരുന്നു. ആഭ്യന്തര മത്സരങ്ങളിൽ സച്ചിൻ തെണ്ടുൽക്കറിനെ പോലും വെറുതെ വിടാതെ മെക്കിട്ട് കയറാൻ ശ്രമിച്ച ആളാണ് ശ്രീശാന്ത്. പണ്ട് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലെ സുഹൃത്തായിരുന്ന ഹർഭജൻ സിംഗിനെ ചൊറിഞ്ഞ് അടിമേടിച്ച സംഭവം 2008-ലെ സ്ലാബ് ഗേറ്റ് സംഭവം എന്നാണ് അറിയപ്പെടുന്നത്. IPLൽ മുംബൈ ഇന്ത്യൻസ് പഞ്ചാബ് മത്സരത്തിനിടെ ഹർഭജൻ സിംഗ് അന്നത്തെ ഇന്ത്യൻ ടീമിലെ സഹതാരമായിരുന്ന ശ്രീശാന്തിനെ ഗ്രൗണ്ടിൽ വെച്ച് മുഖത്തടിച്ചത് വലിയ വിവാദമായി മാറി. അടുത്തിടെ ഈ രംഗത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഹർഭജൻ സിംഗ് ഒരു പരസ്യ ചിത്രത്തിൽ വന്നതോടെയാണ് ശ്രീശാന്ത് ഹർഭജൻ സിംഗ് ബന്ധം വീണ്ടും വഷളായത്. ഈ അവസരത്തിലാണ് ശ്രീശാന്ത് ഹർഭജനെ പരസ്യമായി വെല്ലുവിളിച്ചത്. തന്നോട് ബോക്സിംഗ് റിംഗിൽ ഏറ്റുമുട്ടാനുള്ള ധൈര്യമുണ്ടോ എന്ന ചോദ്യമാണ് സോഷ്യൽ മീഡിയയിലൂടെ ശ്രീശാന്ത് ഉയർത്തിയത്. അടുത്തിടെ നടത്തിയ ഒരു അഭിമുഖത്തിനിടെയാണ് കരിയറിലെ പഴയ പിണക്കങ്ങളും തർക്കങ്ങളും സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ ഒരു ചാരിറ്റി ബോക്സിംഗ് മത്സരത്തിലൂടെ തീർക്കാൻ താൻ തയ്യാറാണെന്ന് ശ്രീശാന്ത് പറഞ്ഞത്. ആളുകൾക്ക് എന്റർടൈൻമെന്റ് വേണം, റിംഗിൽ എനിക്കൊപ്പം ഒരു ബോക്സിംഗ് മത്സരത്തിന് തയ്യാറാണോ? അതിനുള്ള ധൈര്യം നിങ്ങൾക്കുണ്ടോ ഹർഭജൻ? നമുക്ക് റിംഗിൽ വെച്ച് കാണാം എന്നായിരുന്നു ശ്രീശാന്ത് പറഞ്ഞത്. താൻ നിലവിൽ ബെയർനക്കിൾ ഫൈറ്റ് ലീഗിലാണ് ഉള്ളതെന്നും അതിനാൽ തന്നെ പ്രൊമോഷന്റെ കാര്യങ്ങളെല്ലാം അതിന്റെ രീതിയിൽ നടന്നുകൊള്ളുമെന്നും ശ്രീശാന്ത് പറയുന്നു. യാതൊരു വിധത്തിലുള്ള പ്രൊട്ടക്ഷൻ ഉപകരണങ്ങളും ഇല്ലാതെ നേരിട്ടുള്ള ഇടിയാണ് ബെയർനക്കിൾ ഫൈറ്റിംഗ് എന്നത്. സ്ലാബ് ഗേറ്റ് സംഭവത്തിൽ നിങ്ങൾ എത്രയോ കാശുണ്ടാക്കി, എനിക്കും സമ്പാദിക്കാൻ അവസരം തരും. ആത്മാഭിമാനം ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ ഒരു ഫൈറ്റിലൂടെ നമുക്ക് ഈ പ്രശ്നങ്ങൾ തീർക്കാം. ഐ എം വെയിറ്റിംഗ് എന്ന് പറഞ്ഞാണ് ശ്രീശാന്ത് അത് അവസാനിപ്പിക്കുന്നത്.